ഗുഡ് മോർണിംഗ് കുട്ടികളെ. നിങ്ങളെ സ്ക്രീനിൽ ഇപ്പൊ എന്താ കാണുന്നത്? സ്ക്രീനിൽ നിങ്ങൾ ഇപ്പൊ എന്താ കാണുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളെ ഞാൻ മ്യൂട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. സ്ക്രീനിൽ ഒരു പവർ പോയിന്റ് സ്ക്രീൻ ആണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ സ്ക്രീനിൽ എഴുതിയ സാധനം ഒന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ സ്ക്രീനിൽ എഴുതി വെച്ച ആ ഒരു വേർഡ് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യും. ഓക്കെ,
നമ്മുടെ സ്ട്രെങ്ത് എത്രയാ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എത്ര കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്? ഓക്കെ കുട്ടികളെ, അപ്പം നമുക്ക് മെല്ലെ സംസാരിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലേ? അതായത് ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും. അപ്പൊ ഞാനിത് മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഓരോരാളുടെ വീട്ടിലുള്ള സൗണ്ടുകളും ഇതിലേക്ക് വരികയാണ്, നമ്മളെ ക്ലാസ്സിന് ഒരു ഡിസ്റ്റർബൻസ് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിപ്പം മ്യൂട്ട് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് അതിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഫിസിക്സ് +1 ഫിസിക്സില് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. നമ്മളുടെ +1 ഫിസിക്സിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭൂരിഭാഗം ഭാഗത്തിനെയും ഒറ്റൊരു പേരിൽ പറയുകയാണെങ്കിൽ അത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. മെക്കാനിക്സ് എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു മോഷൻ. മോഷനെ പറ്റിയിട്ടുള്ള പഠനമാണ് നിങ്ങൾ +1 ഫിസിക്സിൽ ഭൂരിഭാഗം സ്ഥലത്തും പഠിക്കുക. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൺ
പറഞ്ഞ രീതിയിൽ മോഷനെ പറ്റി നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ മുന്നേ ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കേൾക്കാം. ഓക്കെ, നിങ്ങളത് എന്ത് ചെയ്യണം എന്നല്ല. അപ്പൊ നമ്മളുടെ ഒരു സ്റ്റൈൽ, നിങ്ങൾ 2 ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഏകദേശം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞ ശേഷം പിന്നെ അത് മ്യൂട്ട് തന്നെ ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്തത് തന്നെയാണ് അതിന്റെ ശരിയായ രീതി. അപ്പൊ നമുക്ക് ഫിസിക്സ് എന്താണ് ഇപ്പൊ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത്? നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറയും. എന്താണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്? ഇതുവരെയായിട്ടും നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലേ? 10ാം ക്ലാസ് വരെ നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? മെയിനായിട്ട് മെക്കാനിക്കൽ മോഷൻ. മെയിനായിട്ട് മോഷന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ എനർജിനെ പറ്റി പഠിക്കുന്നുണ്ട്. ശരിയാണ്. എത്ര ടൈപ്പ് എനർജി ഉണ്ട്? എത്ര ടൈപ്പ് എനർജി ഉണ്ട്? കുറെ എനർജി ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മെക്കാനിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്, പല പല ടൈപ്പ് എനർജി ഉണ്ട് അല്ലെ? ഉണ്ട്. അപ്പം നമ്മളോട് ഇപ്പൊ ഫിസിക്സ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ പറയാം, മാറ്ററും എനർജിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഫിസിക്സിൽ നടക്കുന്നത്. ആരും തമ്മിലുള്ള ഇന്ററാക്ഷൻ? മാറ്ററും എനർജിയും ഇന്ററാക്ഷൻ. നമ്മളുടെ യൂണിവേഴ്സില് പല പല ടൈപ്പ് എനർജി ഉണ്ട്. പല പല ടൈപ്പ് എനർജി പല ടൈപ്പ് എനർജിയായി മാറും. ഇപ്പം നമ്മളിപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞാല്, നിങ്ങളിപ്പം ഒരു മൊബൈലിന് മുന്നിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലോ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ്. ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ആയിട്ട് മാറും അല്ലേ? ആണോ? ആണ്. ആണെങ്കിൽ യൂണിവേഴ്സിലുള്ള കുറെ മാറ്ററും കുറെ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്ന ഒരു സയൻസിന്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഫിസിക്സ് എന്ന് വിളിക്കുക. ഫിസിക്സ്. അപ്പം നമുക്കിപ്പം ചോദിക്കുകയാണ്, ഞാനിപ്പം ഫിസിക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ഇതുവരെ സയൻസിൽ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? സയൻസ് ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻ ടു, സയൻസിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം എന്തൊക്കെയായിട്ട്? ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. തൽക്കാലത്തേക്ക് ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, നിങ്ങൾ അങ്ങോട്ട് മറക്കുക. അങ്ങനെയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ. തൽക്കാലത്തേക്ക് ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, നിങ്ങൾ മറന്നോ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാന്നുള്ളത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ സത്യസന്ധമായ ആൻസർ. ഓക്കെ, നിങ്ങൾ ഓരോരോ ആൾക്കാരും ടൈപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് അല്ലെ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? കെമിസ്ട്രി, 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 ഫിസിക്സ്, ബയോളജി, ബയോളജി, കെമിസ്ട്രി, കെമിസ്ട്രി വരട്ടെ, ബയോളജി, ഫിസിക്സ്, ബയോളജി. നിങ്ങൾ ഓരോരോ ആൾക്കാരും ടൈപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തതിൽ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടുന്ന റെസ്പോൺസുമാതിരി തന്നെയാണ് കിട്ടിയത്. പക്ഷെ
ചില സ്കൂളുകളിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പം അവിടുന്ന് അവര് കൂടുതലായിട്ടും ബയോളജിയാണ് അവരെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാറ്. ഇപ്പം ഇവിടെ നോക്കുന്നത് എനിക്ക് തോന്നുന്നു ബയോളജിനേക്കാൾ കൂടുതൽ ആൾക്കാർ കെമിസ്ട്രീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്തായാലും സ്ഥിരമായത് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് പ്രകാരം ഇവിടെയും അതേ റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. ഫിസിക്സിന്റെ സ്ഥാനം 3rd പൊസിഷനാണ്. ഫിസിക്സ് 3rd പൊസിഷനാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഗെയിം കളിക്കുകയാണ് വിചാരിച്ചോ. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്ത് ഒരു മൊബൈലിലേക്ക് ഒരു ഗെയിം തരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ആ ഗെയിമിൽ 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്നെങ്കിൽ ഒരു ഗെയിം ഉണ്ട്, ആ ഗെയിം വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഗെയിം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്, ഒരു 2 ലെവലൊക്കെ ഉള്ളൂ. ഏതൊരു സാധാരണ മനുഷ്യനും കുറച്ചു നേരം കളിക്കുകയാണെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് ലെവല് സോൾവ് ചെയ്യും, കംപ്ലീറ്റ് ലെവല് കയറാം. രണ്ടാമത്തെ ഗെയിമിന്റെ പ്രത്യേകത, രണ്ടാമത്തെ ഗെയിം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിമാണ്. അതിൽ കുറെ ലെവൽസ് ഉണ്ട്. അത് കളിക്കാൻ അല്ലെ കളിച്ച് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗെയിമാണ്. ഒന്നാമത്തെ ഗെയിം 2 ലെവലറ്റേ ഉള്ളൂ, ജയിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഗെയിമാണ്. സെക്കൻഡ് ഗെയിം ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഗെയിമാണ്, കുറെ ലെവലൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ കുറെ നേരം കളിച്ചാൽ നിങ്ങൾ ആ കംപ്ലീറ്റ് ലെവൽ ക്രോസ് ചെയ്യുമോ എന്നുള്ളതൊന്നും അറിയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് ഏത് ഗെയിമാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരേണ്ടത്? ഫസ്റ്റ് ഗെയിം ആണോ അതോ സെക്കൻഡ് ഗെയിം ആണോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് തരേണ്ടത്? സെക്കൻഡ് ഗെയിം അല്ലേ? എന്താ സെക്കൻഡ് ഗെയിം നിങ്ങൾ പറയുന്നത്? ഫസ്റ്റ് ഗെയിം പെട്ടെന്ന് കളിച്ച് ജയിക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഗെയിം പെട്ടെന്ന് കളിച്ച് ജയിക്കാൻ പറ്റും. ഫസ്റ്റ് ഗെയിമിന് 2 ലെവലൊക്കെ ഉള്ളൂ. സെക്കൻഡ് ഗെയിം അങ്ങനെ പെട്ടെന്ന് കളിച്ച് ജയിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ സെക്കൻഡ് ഗെയിമിൽ കുറേ ലെവൽസ് ഉണ്ട്, കുറേ ലെവൽസ് ഉണ്ട്. നിങ്ങൾ ഇനി നിങ്ങളുടെ മുഴുവൻ അധ്വാനം എടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത് കംപ്ലീറ്റ് ലെവൽ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയുന്നില്ല. അതെന്താ നിങ്ങൾ സെക്കൻഡ് ഗെയിം സെലക്ട് ചെയ്ത്? എളുപ്പത്തിൽ കളിച്ച് ജയിക്കാൻ പറ്റുന്ന ഗെയിമിന് ഒരു രസമല്ലേ അല്ലേ? എളുപ്പത്തിൽ കളിച്ച് ജയിക്കാൻ പറ്റുന്ന ഗെയിം അത് ജയിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം കിട്ടുന്നില്ല, നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാനില്ല. പക്ഷെ സെക്കൻഡ് ഗെയിം ടഫ് ആയിട്ടുള്ള ഗെയിം ആവുമ്പോൾ ടഫ് ആയിട്ടുള്ള ഗെയിം ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിം കളിക്കുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നത്. ഇനി അത് ജയിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലേ. ഒരു കളി കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ എന്തെങ്കിലും കളിയിൽ നമ്മൾ ഇൻവോൾവ് ആവുമ്പം എപ്പോഴും നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കളിക്കുന്നത്? ആണോ? നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കളി കളിച്ചിട്ട് ജയിക്കുന്നില്ല, ആ കളിയിൽ നമ്മൾ തോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കളിക്കാണ്ടിരിക്കും. അയ്യോ ഞാൻ തോറ്റുപോയി, എന്റെ ടീം തോറ്റുപോയി നമ്മൾ പിന്നെ കളിക്കാണ്ടിരിക്കുന്നൊന്നുമില്ലല്ലോ. ഇല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ കളിക്കുന്ന സമയത്ത് അധിക സമയത്തും എന്റെ ടീം തോക്കാറാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കളിക്കാണ്ടിരിക്കലൊന്നുമില്ല, പിന്നെയും ഞാൻ കളിക്കാൻ പോലുണ്ട്. അപ്പം കളിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബ്രെയിൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ. ടഫ് ആയിട്ടുള്ള ഗെയിം നമ്മൾ ജയിക്കും ഉറപ്പുള്ള ഗെയിം കളിക്കാൻ വലിയ രസം ഉണ്ടാവില്ല. ജയിക്കും ഉറപ്പില്ലാത്ത ഗെയിം കളിച്ചിട്ട് അതിനെ ജയിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് രസം കിട്ടുന്നത്. തോറ്റാലും നമുക്ക് രസം. എന്തായാലും അത് അടക്കട്ടെ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. അതിൽ നിങ്ങൾ സിൻസിയർ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓൺ ആക്കിയിട്ട് ഉത്തരം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താലും മതി. വോയിസ് ഓൺ ആക്കി ഉത്തരം പറയുന്നതായിരിക്കും സൗകര്യം. ഓൺ ആക്കി ഉത്തരം പറഞ്ഞതിന് ശേഷം പിന്നെ അത് മ്യൂട്ട് ചെയ്യാനും ശ്രമിക്കണേ. അത് പിന്നെ മ്യൂട്ട് ചെയ്യാൻ നോക്കണം. ഞാൻ പറയുന്ന ചോദ്യം കേട്ടോ. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയുന്ന കുറെ സയന്റിസ്റ്റുകളെ പേര് പറയും. നിങ്ങൾക്ക് അറിയുന്ന കുറെ സയന്റിസ്റ്റുകളുടെ പേര് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയും. ഇതുവരെ ആയിട്ടും നിങ്ങൾ പഠിച്ചയും അറിയുന്ന ഒക്കെ കുറച്ച് നേരെ അറിയുന്ന കുറെ സയന്റിസ്റ്റ്. റോബർട്ട് ഹൂക്ക്, ന്യൂട്ടൺ, തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. റോബർട്ട് എന്താ പറഞ്ഞ? റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്ക് പറയും. പിന്നെ മാർക്കോണി, ഐസക് ന്യൂട്ടൺ പറഞ്ഞു. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു. യെസ്. പിന്നെ
പൈത്തഗോറസ്. മൈക്കൽ ഫാരഡേ. മൈക്കിൾ ഫാരഡേ. പിന്നെ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. പിന്നെ ഇന്ത്യക്കാരൊന്നുമില്ല. റോബർട്ട് ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ. പിന്നെ ഗ്രഹാം ബെൽ. ഫ്ലെമിംഗ്. ഫ്ലെമിംഗ്. ഡാൽട്ടൺ. പിന്നെ മെൻഡലീവ്. മെൻഡലീവ്. ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി. റൂദർഫോർഡ്. റുദർഫോർഡ്. സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ്. ആയിക്കോട്ടെ, നമ്മൾ കുറെ ആൾക്കാരെ പേര് പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ. ഇനി നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ സയന്റിസ്റ്റുകളിൽ നിങ്ങൾ കുറെ സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞില്ലേ? CV രാമൻ. ഓക്കെ, കുറെ സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സയന്റിസ്റ്റുകളിൽ എത്ര ആൾക്കാര് ഫിസിക്സുകാരുണ്ട്? നിങ്ങളൊന്ന് ഞാൻ നിങ്ങളോട് പേര് പറയാൻ പറഞ്ഞത് സയന്റിസ്റ്റുകളുടെ പേരാണ്. ഇതിൽ എത്ര ആൾക്കാർ ഫിസിക്സുകാരുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നിങ്ങൾ പറഞ്ഞതിൽ പെട്ടെന്ന് ഞാൻ പറയാം. റുദർഫോർഡ് ഫിസിക്സുകാരനാണ്, ശരിയല്ലേ? ഫ്ലെമിംഗ് ഫിസിക്സുകാരനാണ്. അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഫിസിക്സുകാരനാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഫിസിക്സുകാരനാണ്. CV രാമൻ ഫിസിക്സുകാരനാണ്. ന്യൂട്ടൺ ഫിസിക്സുകാരനാണ്. അരിസ്റ്റോട്ടലിനെ നമുക്കൊരു ഫിലോസഫർ ആയിട്ട് പറയാം, പക്ഷെ എന്നാലും അയാളുടെ ഫിസിക്സ് അല്ലാണ് കോൺട്രിബ്യൂഷൻ ഉള്ളത്. പിന്നെ ഫാദർ ഓഫ് ബയോളജി അല്ലേ? മെന്റലീവ് ബയോളജി ആണ് അല്ലെ? കെമിസ്ട്രി ആണ് അല്ലെ? റോബർട്ട് ക്ലോജിന്റെ കോൺട്രിബ്യൂഷൻ എവിടെയാ? കെമിസ്ട്രിയിലാന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, നിങ്ങള് ഇയാളെ പറഞ്ഞിട്ടുണ്ടോ? ചാൾസ് ഡാർവിനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലേ ഏതെങ്കിലും ബയോളജിസ്റ്റ്? ബയോളജി കോൺട്രിബ്യൂഷൻ ഉള്ള ഒരാളെയും നിങ്ങൾ ഇതുവരെയായിട്ടും പറഞ്ഞില്ല, ഇല്ലാന്ന് തോന്നുന്നു. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി. അരിസ്റ്റോട്ടിൽ ഒരു ഫിലോസഫർ ആണ്. ഫിലോസഫർ ആയതുകൊണ്ട് അയാളെ ആ ടൈമിൽ സയൻസിനെ വിഭജിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അരിസ്റ്റോട്ടിൽ നമുക്ക് ഒരു ഫിലോസഫർ എന്നുള്ള സ്ഥലത്ത് കൂട്ടാം. ഓക്കെ. പിന്നെ അപ്പം നിങ്ങൾ നോക്ക്, നിങ്ങൾ പറഞ്ഞതില് ഭൂരിഭാഗം ആൾക്കാരും ഫിസിക്സുകാരല്ലേ? അല്ലേ? ഞാൻ ഫിസിക്സുകാരെ പേര് പറയാനല്ലല്ലോ പറഞ്ഞത്, സയന്റിസ്റ്റുകളെ പേര് പറയാനല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭൂരിഭാഗം ആളെ പേരും ഫിസിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയുന്ന ഭൂരിഭാഗം സയന്റിസ്റ്റുകളുടെ പേരും ഫിസിക്സ് ആണെങ്കിൽ, അല്ലെ ഫിസിക്സുകാരതാണെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് സബ് കോൺഷ്യസ് ആയിട്ട് ഫിസിക്സിനോട് ഒരു താല്പര്യം ഉണ്ടാവൂലേ? ഞാൻ ചോദിക്കുന്നതില് നമ്മളുടെ ഇതുവരെ സയൻസ് ആൻഡ് ടെക്നോളജി എത്തി നിൽക്കുന്നതിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും തുല്യ പങ്കാളിത്താണ്. ഓരോ കൊല്ലവും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരെ പേരും ഫിസിക്സുകാരുടെ പേര് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിക്സുകാരുടെ ആ കോൺട്രിബ്യൂഷൻ നമുക്ക് നമ്മളുടെ ഏറ്റവും ബ്രെയിൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആണ്. നമ്മളുടെ ഐൻസ്റ്റൈനെയും റുദർഫോർഡിനെയും ഇവരൊക്കെ നിങ്ങൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, സബ് കോൺഷ്യസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് അവരുടെ കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടി നമുക്ക് ബ്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആണ്. വളരെ വലിയ കോൺട്രിബ്യൂഷൻ അല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ ഈക്വൽ നല്ല കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷേ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റിൽ ഫിസിക്സ് 3ാം സ്ഥാനത്തേനില്ലേ? ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ച് ആൾക്കാരോട് ഫിസിക്സ് 3ാം ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ ചിലപ്പം ഫിസിക്സിനെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ മതിയാവില്ല. ഞാൻ പറയാം, ഫിസിക്സിനെ ചിലപ്പം നിങ്ങൾ ഈ 3rd പൊസിഷനിലേക്ക് വന്നതിന്റെ ചില കാരണങ്ങൾ ഇതാവാം. ഞാൻ പറയുന്ന അസംഷൻ ആട്ടോ, അത് തന്നെ ആവണമെന്നില്ല. ഒരു കാരണം, ഫിസിക്സ് പഠിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച അതേ രീതിയിലായിരിക്കില്ല, തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും. ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കിലേക്ക് എത്തണമെങ്കിൽ കുറേ പഠിക്കണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയും കുറച്ച് ലോജിക് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമുക്ക് മാർക്കിലേക്ക് എത്തുള്ളൂ. പക്ഷെ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതുകൊണ്ടാണോ നിങ്ങൾ ഫിസിക്സിനെ തഴഞ്ഞത്? ഞാൻ പറയുന്ന ഒരു അസംഷൻ. ചിലപ്പം അങ്ങനെ ആവാം. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? വിച്ച് ഇസ് യുവർ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് എന്നല്ലേ ഞാൻ ചോദിച്ചത്. ഈസിയും ഇൻട്രസ്റ്റും ഒരേ സ്ഥലത്താണോ? ഞാൻ ഗെയിമിന്റെ കാര്യം പറഞ്ഞില്ലേ, ഗെയിമിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഗെയിം ആണോ സെക്കൻഡ് ഗെയിം ആണോ നിങ്ങൾ സെലക്ട് ചെയ്തത്? സെക്കൻഡ് ഗെയിം ആ സെലക്ട് ചെയ്തത്. കാരണം സെക്കൻഡ് ഗെയിം ഡിഫിക്കൽട്ട് ആണ്. സെക്കൻഡ് ഗെയിം കുറെ ലെവൽസ് ഉണ്ട്, ബുദ്ധിമുട്ടാണ്, കളിക്കാനും ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ സെക്കൻഡ് ഗെയിം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈ നോട്ട് ഫിസിക്സ്? ഫിസിക്സ് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല കേട്ടോ. ഫിസിക്സ് ആയിരിക്കും, ഇനി ഇതുവരെയായിട്ടും നിങ്ങൾക്ക് അത് ഈസി ആണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞുതരാം, ഫിസിക്സ് ആയിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നത്. ഫിസിക്സ് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ഫിസിക്സിൽ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അറിയണം. പിന്നെ ഫിസിക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങള് ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അറിഞ്ഞാലും കോൺസെപ്റ്റ് അറിഞ്ഞാലും സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ലോജിക് കൂടി ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അപ്പം ഇങ്ങനെ ചെയ്തെടുക്കേണ്ടി വരും. ഞങ്ങൾ കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും, പക്ഷെ എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതുവരെയായിട്ടും ചിലപ്പോൾ ഞങ്ങൾ തരാത്ത ചോദ്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പൊ എന്തായാലും ഫിസിക്സ് ഈസി ആണെന്നാണോ ഞാൻ പറഞ്ഞു വരുന്നത്? ആണോ? അല്ല, അല്ല, ഫിസിക്സ് ഈസി അല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെ ബ്രെയിനിനെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുക ഫിസിക്സ് ആണ് കേട്ടോ. ഫിസിക്സിൽ പഠിക്കുന്ന സാധനങ്ങളാണ് നിങ്ങളെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം. അത് ഭയങ്കര ടഫുമാണ്. അപ്പം അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യാന്നാല് നിങ്ങൾ വെറുതെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സിനെ ഇതുവരെ ആയിട്ടും നിങ്ങൾക്ക് ഫിസിക്സിനോടുള്ള താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ ആ താല്പര്യക്കുറവ് ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അത് ഡിഫിക്കൽട്ട് ആയിട്ടാണ് എങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗും ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഫിസിക്സിന്റെ കാര്യങ്ങൾ. ഇതില് നിങ്ങൾ ഈ സ്ക്രീനിന്റെ മേലെ വരച്ച് കളിക്കല്ലേ, സ്ക്രീനിന്റെ മേലെ നിങ്ങൾ വരച്ച് കളിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഫിസിക്സ്. ഫിസിക്സിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഫിസിക്സിന് ഒരു ലാംഗ്വേജേ ഉള്ളൂ. ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ആദ്യം ഒരു ഡെമോ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഡെമോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വാട്ട് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിന്റെ ലാംഗ്വേജ് ഇതാ. ഫിസിക്സിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ഫിസിക്സിന് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിലും ഒക്കെ ഫിസിക്സ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മാത്സ് ആണ്. The language of physics is mathematics ആണ്. മാത്സ് എന്ന് പറയുന്ന അല്ലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ഫിസിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ചോദിക്കുകയാണ് അല്ലെ സാറ് ഇപ്പം മലയാളത്തിലൂടെയാണല്ലോ ഞങ്ങൾക്ക് ഫിസിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ ഫിസിക്സിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ തരുന്നുള്ളൂ. ഫിസിക്സ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഐ വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഫിസിക്സിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സയൻസിനെയും ഏകദേശം അങ്ങനെ തന്നെയാണ്, പക്ഷെ ഫിസിക്സ് പ്രത്യേകിച്ച്. അപ്പം ഇവിടെ ഫിസിക്സ് അറിയണമെങ്കിൽ മാത്സ് അറിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വലിയ 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 മാത്സിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഈ വീഡിയോയിൽ കടക്കുന്നില്ല. പിന്നെ വേറെ കാര്യം അറിയണം. ഫിസിക്സ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഫിസിക്സിൽ നമ്മൾ നേച്ചറിനെ പറ്റി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നേച്ചറിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നമുക്ക് മെഷർമെന്റ് അത്യാവശ്യമാണ്. നമ്മള് കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്തിട്ട് അതിനുപയോഗിച്ച് കാൽക്കുലേഷൻസ് നടത്തണം. മാത്തമാറ്റിക്സ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യണം. കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റും ഡയമെൻഷണൽ ഫോമിലൊക്കെ. കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റും ഡയമെൻഷണൽ ഫോമിലൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് 3 ബേസിക് സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ് ആയിരുന്നു പ്രാബല്യത്തിലുള്ളത്. There was 3 basic systems of measurement used in earlier times. ആ 3 ബേസിക് സിസ്റ്റംസ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CGS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. മെഷർമെന്റ് നടത്താൻ വേണ്ടിയിട്ട്
പണ്ട് കാലത്ത് 3 ബേസിക് സിസ്റ്റംസ് ആയിരുന്നു ഉള്ളത്. ഫസ്റ്റ് സിസ്റ്റത്തിന്റെ പേരെന്താ? ഫസ്റ്റ് സിസ്റ്റത്തിന്റെ പേരെന്താ? CGS സിസ്റ്റത്തിന് ആ പേര് വരാൻ കാരണം സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണ്. CGS സിസ്റ്റം എന്താണ്? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. എന്താണ്? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. അതായത് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സെന്റിമീറ്റർ ആണ് CGS സിസ്റ്റം യൂസ് ചെയ്യുക. മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാം ആണ് CGS സിസ്റ്റം യൂസ് ചെയ്യുക. ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ്. അപ്പം FPS സിസ്റ്റത്തിന്റെ ഫുൾ ഫോം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം. ഫൂട്ട് എന്ന് പറയുന്നത് എന്തിനു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം? ഫൂട്ട് എന്തിനു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാ? ലെങ്തിനെയാണോ മാസിനെയാണോ ടൈമിനാണോ ഫൂട്ട് യൂസ് ചെയ്യാം? ലെങ്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൂട്ട് യൂസ് ചെയ്യും. മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പൗണ്ട് യൂസ് ചെയ്യും. പൗണ്ട്. ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ MKS സിസ്റ്റത്തിൽ M ആരായിരിക്കും? നിങ്ങൾ വെറുതെ ഒന്ന് ഗസ് ചെയ്യും. MKS സിസ്റ്റത്തിൽ M ആരായിരിക്കും? മീറ്റർ. മീറ്റർ. മീറ്റർ എന്തിനെ മെഷർ ചെയ്യണം? ലെങ്തിനാണോ മാസിനാണോ ടൈമിനാണോ? മീറ്റർ എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്? ലെങ്തിനെ മെഷർ ചെയ്യാൻ വേണ്ടി. മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാം? കിലോഗ്രാം. മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കിലോഗ്രാം. ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ്. Three basic systems that were used in earlier time was CGS system, FPS system, and MKS system. In CGS system, centimeter was used for measuring length, gram was used for measuring mass, and second was used for measuring time. CGS സിസ്റ്റത്തിന്റെ വേറൊരു പേര് ഫ്രഞ്ച് സിസ്റ്റം എന്നായിരുന്നു. ഫ്രാൻസിലും അതിന്റെ അടുത്തുള്ള കുറച്ച് കൺട്രീസിലൊക്കെ ആയിരുന്നു CGS സിസ്റ്റം കൂടുതലായിട്ട് യൂസ് ചെയ്തത്. FPS സിസ്റ്റത്തിന്റെ വേറെ പേര് ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷ് സിസ്റ്റം അതായത് ബ്രിട്ടനിലും ബ്രിട്ടൻ കോളനൈസ് ചെയ്ത കൺട്രീസിലൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത് FPS സിസ്റ്റം ആണ്. നമ്മളെ ഇന്ത്യയിലും പണ്ട് കാലത്ത് പ്രാബല്യത്തിലുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം ഓഫ് മെഷർമെന്റ് FPS സിസ്റ്റം ആയിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാര് കോളനൈസ് ചെയ്ത ഒരു രാജ്യമായിരുന്നു അല്ലെ നമ്മളത്. അപ്പൊ അതുകൊണ്ട് ലെങ്തിനെ മെഷർ ചെയ്യാൻ ഫൂട്ട്, മാസിനെ മെഷർ ചെയ്യാൻ പൗണ്ട്, ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടി സെക്കൻഡ്. MKS സിസ്റ്റത്തിന് ഒരു കൺട്രിയുടെ പേരൊന്നല്ല, മെട്രിക് സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കാറ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രിട്ടനും ഫ്രാൻസും അല്ലാതുള്ള വേറെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഭൂരിഭാഗം കൺട്രീസിലും യൂസ് ചെയ്തത് MKS സിസ്റ്റം ആയിരുന്നു. മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം. കുറച്ച് കാലം കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? മനുഷ്യന്മാരിങ്ങനെ ബുദ്ധിപരമായിട്ട് മേലോട്ടേക്ക് പോകുമ്പോൾ, ടെക്നോളജിക്കലായിട്ട് മേലോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഏതെങ്കിലും ഒരു രാജ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് കാരണമാണോ നമ്മളുടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ എത്തി നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു രാജ്യത്തിലെ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് കാരണം അല്ല. പല രാജ്യത്തിലുള്ള സയന്റിസ്റ്റുകള് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്ര എത്തിയിരിക്കുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തപ്പം സയൻസിന് ഇങ്ങനെ പല യൂണിറ്റ് പല സിസ്റ്റംസ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതായത് ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള ഒരു സയന്റിസ്റ്റ് അയാൾ പറയാണ് 10 ഫൂട്ട് ഉള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഫ്രാൻസിലുള്ള സയന്റിസ്റ്റ് ചോദിക്കും ഫൂട്ട് എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് സെന്റിമീറ്റർ അറിയുള്ളൂ. അതേപോലെ ഇപ്പം വേറെ ഏതൊരു രാജ്യത്തിലുള്ള സയന്റിസ്റ്റ് പറയും ഞങ്ങൾക്ക് മീറ്ററിലാണ് പരിചയമുള്ളത്, ഫൂട്ടിന് അറിയില്ലാണ്. അപ്പം ഇഫ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് സയന്റിഫിക് ഡാറ്റാസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പല യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത് ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട 3 സിസ്റ്റംസ് ഇതാണെന്നാണ് കേട്ടോ. അല്ലാതെ വേറെ കുറെ കൺട്രീസിൽ ഏതൊക്കെയോ പ്രിമിറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പം പല മെഷർമെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് കാരണം, ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ തന്നെ പല യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത് കാരണം ഒരു ഇൻകൺവീനിയൻസ് നേരിട്ടു സയന്റിഫിക് വേൾഡിന്. സയന്റിഫിക് വേൾഡ്
ഈ ഒരു ഇൻകൺവീനിയൻസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടി. അതിന് പേര് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷർമെന്റ്സ്. ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ഒരു 1960-1970 ഇടയിൽ, 1960s 1970 ഇടയിൽ ആയിട്ട് ഏതോ ഒരു ഇയറിൽ അവര് ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യണം. ഓരോ കൺട്രീസും പല പല യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു കോമൺ യൂണിറ്റ് സെലക്ട് ചെയ്യണം. അവിടുന്ന് ആ മീറ്റിംഗിൽ ഉണ്ടായി വന്ന ഒരു സിസ്റ്റം ഓഫ് മെഷർമെന്റ് ആണ് SI സിസ്റ്റം. SI സിസ്റ്റം, സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് SI സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര്. SI സിസ്റ്റം ആദ്യം യൂസ് ചെയ്ത 3 സിസ്റ്റംസ് ആണ് CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. എങ്കിൽ ആ 3 സിസ്റ്റത്തിനെയും കളഞ്ഞിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റി ഒരു സിംഗിൾ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് SI സിസ്റ്റം. SI സിസ്റ്റത്തിന്റെ ഫുൾ ഫോം എന്താ? സിസ്റ്റം ഇന്റർനാഷണൽ. എന്താണ്? സിസ്റ്റം ഇന്റർനാഷണൽ. സിസ്റ്റം ഇന്റർനാഷണൽ. അപ്പൊ അത് സബ് യൂണിറ്റ്സിന്റെ അബ്രിവേഷൻ അല്ലല്ലോ, സബ് യൂണിറ്റ്സിന്റെ ഷോർട്ട് ഫോം ആയിട്ടല്ല SI സിസ്റ്റം വന്നത്. അല്ല, ഈ SI സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. SI സിസ്റ്റം എന്ത് ചെയ്തു? കുറെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും കുറെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് അസൈൻ ചെയ്തു. നിങ്ങൾക്ക് എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് അറിയോ? ഡു യു നോ ഹൗ മെനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദർ? അടിസ്ഥാനമായിട്ടുള്ള എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്നുള്ളത് അറിയോ നമ്മളുടെ മെഷർമെന്റിൽ? അറിയെങ്കിൽ അറിയും, അറിയില്ലെങ്കിൽ അറിയില്ല. അറിയില്ല. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദർ. അടിസ്ഥാനമായിട്ടുള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പേര് ഞാൻ പറയട്ടെ, എന്നിട്ട് നമ്മളിപ്പം ഒരു 2 മിനിറ്റ് കൂടിയോ ഈ വീഡിയോ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളെ പേര് പറയുമ്പോഴേക്ക് ഏകദേശം ഈ വീഡിയോ തീരും, നമ്മൾ അടുത്ത വീഡിയോ ഇടും കേട്ടോ. അപ്പം there are 7 fundamental quantities in this universe. ഏതൊക്കെയാണ് ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വണ് ലെങ്ത്. ഫസ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത്. സെക്കൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മാസ്. തേർഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ടൈം. ലെങ്ത്, മാസ്, ടൈം, ഇതാണ് 7 എണ്ണത്തിലുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. 7 എണ്ണത്തിലുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്, ടൈം. 4ാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് കറണ്ട്. ആരാ? ഇലക്ട്രിക് കറണ്ട്. 5ാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ. 6ാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലൂമിനസ് ഇന്റൻസിറ്റി. 7ാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പെട്ടെന്ന് നമുക്കൊന്ന് പറയാം, അപ്പോഴേക്ക് ഈ വീഡിയോ തീരും. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കട്ടോ. ഇപ്പൊ ഈ വീഡിയോ തീരും. ഓക്കെ.